എന്നിലൂടെ ഒരിക്കലും സച്ചേട്ട സത്യം അറിയില്ല. മീരടുത്ത് ആരോടും പറയല്ലേ. എന്റെ ജീവിതം പോലും പോകാൻ സാധ്യതയുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. അർച്ചന ഇത്രയും നാളും മൂടി വെച്ചിരുന്ന ആ സത്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സച്ചിന്നല്ല, മറ്റാരും അറിയണ്ട. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ നിങ്ങൾ മാത്രമുള്ള സമയത്ത് നീ സച്ചിയോട് പറഞ്ഞാ മതി. ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് മോളെ. നിന്റെ കണ്ണീരിന്റെ ഫലം ഒരു കുഞ്ഞായി തന്നെ നിനക്ക് ഈശ്വരൻ തരും. അതിനാ നിന്നെ ഇത്രയും കണ്ണീര് കുടിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ എടുത്ത് ഞാനും കരുതുന്നേ. പക്ഷേ 100% സാധ്യത സന്ധ്യ ഡോക്ടർ പറഞ്ഞിട്ടില്ല. 10% സാധ്യത കുറവാ. അതേ ഉള്ളൂ ഒരു പേടി. ഇത്രയൊക്കെ ആയിട്ടും ഈശ്വരൻ നിനക്കും സച്ചിക്കും നേരെ മുഖം തിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഒരു കുഞ്ഞു വേണമെന്ന് എല്ലാവരും പോലെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ വലിയ ആഗ്രഹത്തെ തെറ്റു പറയാനും പറ്റില്ല. എന്നായാലും അത് വേണം. ട്രീറ്റ്മെന്റിൽ അത് നടന്നില്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണം. എത്രയോ പേര് അങ്ങനെ ദത്തെടുത്ത് സ്വന്തം കുഞ്ഞായി വളർത്തുന്നു. അതിന് ദൂരെയൊന്നും പോകണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഓർഫനേജ് ഒക്കെ ഉള്ളതല്ലേ. അതിൽ നിന്നൊരു കുഞ്ഞിനെ എടുത്ത് നിങ്ങളുടേതായിട്ട് വളർത്തണം. പറയുമ്പോ എളുപ്പമെടുത്തി. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിക്കുന്നതും ദത്തെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്തവരൊന്നും തെറ്റുകാരെന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനോട് താല്പര്യമില്ല. നാളെ ഒരു സമയം അതിന് അവകാശം പറഞ്ഞ് മറ്റാരെങ്കിലും വന്നാ അതൊരു തീരാ വേദനയായി മാറില്ലേ. നമ്മുടെ മോളെ എടുക്കാനും ലാളിക്കാനും പറ്റാത്തത് തന്നെ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് വളർത്തി നമ്മുടേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട് പിന്നീട് അകലേണ്ടി വന്ന ആ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ സച്ചേട്ടനിൽ ഈശ്വരൻ എനിക്ക് തരും ഒരു കുഞ്ഞിനെ. 10 മാസം ചുമന്ന് ഞാനതിനെ പ്രസവിക്കുകയും ചെയ്യും. അങ്ങനെ തരാതിരിക്കാനും മാത്രം ഞാൻ ഈശ്വരന് മുമ്പിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാരേക്കാളും നന്നായി മേഡം പറയുന്നോണ്ടൊന്നും തോന്നരുത്. തോന്നും. അതുകൊണ്ട് താനൊന്നും പറയണ്ട. പൈസ വേണം, അതല്ലേ തനിക്ക് പറയാനുള്ളത്. തന്റെ ആ മേഡം എന്നുള്ള വിളി തന്നെ എനിക്കത് മനസ്സിലായി. തൽക്കാലം പൈസ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മേഡം? ഇവിടെ നിന്ന് മാസം കിട്ടുന്നത് പലിശയും കൊടുത്ത് വീട്ടിൽ ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും തീരും. കുഞ്ഞിന് പൗഡർ വാങ്ങാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. എന്റേതല്ലെങ്കിലും അവിടെ ഉള്ളത് ഒരു കുഞ്ഞല്ലേ, അതിനും ചെലവുകളില്ലേ? അതെന്താ തന്റെ കൊച്ചിന് ഇത്രയും ചെലവ്? ഇതിപ്പോ ഇവിടെ ഉള്ളതായാലും അവിടെ ഉള്ളതായാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ. കൊച്ചിനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു? അപ്പൊ അതല്ല കാര്യം. തനിക്ക് കാശാണ് ആവശ്യം. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതുകൊണ്ട് തനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് കിട്ടും അല്ലേ?
ചെലവിന് കൊടുക്കാൻ പറ്റാത്തവൻ ഇതിനൊന്നും നിൽക്കരുത്. ഇത് ഈ രീതിയിലല്ല പറയേണ്ടത്. മാഡം, ഇവിടുത്തെ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്. എങ്കിലും അതും ഒരു കുഞ്ഞല്ലേ. ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനും കിട്ടണ്ടേ? നെല്ലിശ്ശേരിയിലെ സൗകര്യങ്ങളായിട്ടാണോ താൻ താരതമ്യം ചെയ്യുന്നത്? ഞാൻ ഇനി കാശ് തരില്ല എന്ന് പറയുമ്പോ തന്റെ ഡയലോഗ് എന്തായിരിക്കും എനിക്കറിയാം. ഇനി ഈ കാശില്ലാത്തോണ്ട് താൻ ഇതൊന്നും ആരെ അറിയിക്കാൻ നിൽക്കണ്ട. കാശില്ലാത്തതിന്റെ പേരിൽ നെല്ലിശ്ശേരിയിലെ കൊച്ചിടുന്ന പൗഡർ ആ കൊച്ചിന് വാങ്ങാതിരിക്കുകയും വേണ്ട. എന്നാ പിടി. ഞാൻ തന്റെ അടുത്തേക്ക് വരുമ്പോ തന്റെ മുഖത്ത് ചേർച്ചയില്ലാത്ത ഒരു എളിമയുണ്ട്. അതിന്റെ ആവശ്യം ഇനിയില്ല. വേലി കിടന്നൊക്കെ എടുത്ത് ഇവരെന്തിനാ ശിവേട്ടന് പൈസ കൊടുത്തത്? ശമ്പളം കൊടുക്കുന്നത് അച്ഛനല്ലേ? പിന്നെന്തിനായിരിക്കും? പുട്ടിടണ്ടേ? വേണ്ട 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 കരല്ലേ. അവിടെയാണോ അമ്മേ പൊട്ട് തൊടേണ്ടത്? ഇവിടെയല്ലേ? ഈ അമ്മയ്ക്ക് കണ്ണ് കണ്ടൂടാ. അത് കണ്ണ് കാണാത്തോണ്ടല്ലടി, മനഃപൂർവ്വം ഇട്ടതാ. ആരുടെയും കണ്ണീർ ദോഷം വരാതിരിക്കാൻ. ഇങ്ങനെ ഇട്ടാലേ കുഞ്ഞിന് കണ്ണീർ ദോഷം വരില്ല എന്നാ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോ ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയല്ലേ ഏട്ടത്തി? എന്തോന്ന്? അല്ല, ഈ കണ്ണേറ് ദോഷത്തെ കുറിച്ചൊക്കെ നീ ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട. ഇതൊക്കെ കാലങ്ങളായി ഓരോരുത്തർ ചെയ്തു വരുന്നത് നമ്മളും ചെയ്യുന്നേ ഉള്ളൂ. ഓ ഓ ഓ ഓ ഓ കണ്ണീർ ദോഷത്തിനേക്കാളും വലുതാ തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ള ദോഷം. ആ ദോഷത്തിന് കവളിൽ ഇതുപോലെ കുത്തിട്ടാ മതിയോ അമ്മേ? ആ ദോഷത്തിനെ ഇതുപോലുള്ള കുത്തല്ല മോളെ. ദേ ഈ കൈ മാത്രം വെച്ച് നല്ലൊരു കുത്തു കൊടുത്താ മതി. ആ അപ്പതങ്ങ് മാറിക്കോളും. ഓ ഓ ഓ വേണ്ട 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 കരല്ലേ. പൊട്ടെ 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 പൊട്ടെ. ആതിരി, വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട. കുറച്ചു ദിവസമായി മോളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട്. ഇന്ന സമയം ഒത്തു വന്നത്. പിടിക്ക്. ഓ ഓ ഓ ഓ മോളു. വാവേ. ഓ ഞാൻ ഡോക്ടർക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട ബീരച്ചി, ഞാനിപ്പോ കഴിച്ചിട്ടാ വന്നത്. ഓ വാവേ. സന്ധ്യ പോന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാ. സന്ധ്യ ഒന്ന് വരുമോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങെടുക്ക. ഓ ഓ ഓ ഓ ഓ എന്ത് എന്ത് നോക്കട്ടെ. നോക്ക്. അഡ്വക്കേറ്റുമായി ഞാൻ സംസാരിച്ചിരുന്നു. നാളെ കഴിഞ്ഞ ധനുഷിന് ജാമ്യം കിട്ടുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. ഞാനും വിളിച്ചിരുന്നു. നന്ദനാണ് ധനുഷിനെ ജാമ്യത്തിലെടുക്കുന്നതെന്ന് ഇവിടെ മറ്റാരെങ്കിലും അറിഞ്ഞ അവരെങ്ങനെ പ്രതികരിക്കും? അതിനെ അറിയാൻ അച്ഛൻ മാത്രമേ ബാക്കിയുള്ളൂന്നാണ് തോന്നുന്നത്. അതാ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും. സച്ചിയുടെയും മറ്റു മുന്നിൽ ഞാൻ നിരത്തുന്ന കാരണങ്ങൾ അച്ഛൻ്റെ മുന്നിൽ മതിയാവാതെ വരും. വിശ്വാസവഞ്ചന ഒഴികെ മറ്റെന്തും ക്ഷമിക്കുന്ന ആളാ അച്ഛൻ. ധനുഷ് ചെയ്തതും അതുതന്നെയല്ലേ? അച്ഛനെ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. മാത്രമല്ല, സ്നേഹയെ കണ്ടില്ലാന്ന് നടിക്കാനും ആവില്ല. നന്ദൻ പേടിക്കണ്ട. സ്നേഹയെ വിളിച്ചോണ്ട് പോവാൻ ധനുഷ് ഒരിക്കലും ഇവിടേക്ക് വരില്ല. അത് തടയണമെന്നാ എൻ്റെ മനസ്സിലും. അതെങ്ങനെയെന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്.
എല്ലാം വരുന്നത് പോലെ വരട്ടെ. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 ദിവസത്തിനകം എല്ലാം കലങ്ങി തെളിയല്ലോ. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ സന്ധ്യയെ. ഞാൻ തന്നെ വിളിക്കാം. ശരി. ഹലോ, ഇതാര്? താരിവിടെ ഉണ്ടായിരുന്നോ? ആ നമ്മൾ ഇപ്പോഴും ഇവിടെ ഉണ്ടേ. നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് ഞാൻ നെല്ലിശ്ശേരി എന്ന ഈ വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു എന്നാണല്ലോ വെപ്പ്. അതുപോലെ സുഖമായി തന്നെ ജീവിക്കുന്നു. എന്നും ഇങ്ങനെ സുഖമായിട്ട് കണ്ടാ മതി. അത് കാണാൻ വേണ്ടിയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. ഉം. ഇവിടെ അങ്ങ് താമസിച്ചാ കൊള്ളാന്നൊരു ആലോചനയുണ്ട് എനിക്ക്. ആവാലോ. നെല്ലിശ്ശേരി സേതുമാധവന്റെ ദത്തുപുത്രിയല്ലേ നീ? അപ്പോ ആരും വേണ്ടാന്ന് പറയില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദത്തെടുത്ത് വളർത്തിയ പേരും പറഞ്ഞ് ഇവിടെ കയറിക്കൂടി ഇവിടുത്തെ സ്വത്തിന്റെ കുറേയേറെ അടിച്ചു മാറ്റിയാനെ. ആ, നിനക്ക് പിന്നെ അതിനുള്ള കഴിവില്ലല്ലോ. ഞാനൊരു അനാഥയാ. കുഞ്ഞിലെ മുതല് അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടു. അവരെ കണ്ട ഓർമ്മ പോലും ഇല്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന്തികയുടെ ജനുസല്ല എന്റെ ജനുസ്. അതുകൊണ്ട് തന്നെ നീ നേരത്തെ പറഞ്ഞ ആ കഴിവ് എനിക്കില്ല. ആഹാ, എത്ര സ്റ്റൈലായിട്ടാ നീ ഇപ്പൊ നമ്മുടെ പാരമ്പര്യത്തെ താരതമ്യം ചെയ്തത്. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു നിനക്ക് നന്ദനുമായിട്ടൊരു രഹസ്യ സംഭാഷണം? വീട്ടിൽ നിന്ന് ഇത്രയും മാറി നിന്ന് സംസാരിക്കണമെങ്കിൽ അതിത്തിരി ഗൗരവമുള്ള കാര്യമായിരിക്കണമല്ലോ. അതെ, ഗൗരവമുള്ള കാര്യം തന്നെയാ. ഞാൻ പറയാം. എനിക്കൊരു ഫാം തുടങ്ങാൻ പ്ലാനുണ്ട്, ഈ പശുവിന്റെയും പോത്തിന്റെയും ഒക്കെ. അപ്പൊ അതിന്റെ പിന്നാക്ക് വിലയെക്കുറിച്ച് ഞാൻ നന്ദനുമായിട്ടൊന്ന് സംസാരിക്കായിരുന്നു. നന്ദൻ പറയുന്നത് പുറത്തു നിന്ന് എടുക്കുന്നത് റേറ്റ് കൂടുതലായതുകൊണ്ട് നന്ദൻ തന്നെ അത് എത്തിച്ചേരാന്നാ. നന്ദന്റെ ഭാര്യയുടെ തലയില് ആവശ്യത്തിലധികം പിന്നാക്കുണ്ടെന്നാ പറഞ്ഞത്. ആ, ഞാൻ പിന്നെ ഓക്കെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഭാര്യയെ കൊണ്ട് നന്ദൻ ഒരു ഗുണം ഉണ്ടാവട്ടെ. നീ കൂടുതൽ പരിഹസിക്കല്ലേ. നീ നന്ദനൊപ്പം കൂടി ധനുഷിനെ ജാമ്യത്തിലെടുക്കാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ധനുഷിനെ പുറത്തിറക്കാനും മാത്രം നീ അവനും തമ്മിൽ എന്താ ബന്ധം? നീയും അഡ്വക്കേറ്റിനെ കണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് ഞാൻ അറിഞ്ഞു. നീയും ധനുഷ് തമ്മിൽ എന്താ ബന്ധം? എന്തായാലും ആ ബന്ധമല്ല ഇത്. ബന്ധമൊക്കെ വഴിയെ പറയാം. ഇത്രയും നാളും നീയല്ലേ കളം നിറഞ്ഞാടിയത്. ഇനി ഞാനെന്ന് ഇറങ്ങി നോക്കട്ടെ. അവനെ ജാമ്യത്തിലിറക്കുന്നതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. നിനക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത പ്ലാൻ. ഇനിയും വിശദമായിട്ട് അറിയണമെങ്കിൽ സ്വന്തം ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്ക്. സന്ധ്യ ഡോക്ടറോ? താഴെയൊക്കെ ഞാൻ നോക്കി, അവിടെ ഒന്നും കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ അങ്ങനെ ഈ മുറിയുന്ന വേറെ എവിടെയും പോവാറില്ല ഡോക്ടർ. വീട്ടിനകത്ത് തന്നെ പല കാര്യങ്ങളിലും എനിക്ക് വിലക്കാം. നന്ദനെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആതിരയുടെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ വെച്ച് അർച്ചന വിഷമിക്കാതിരിക്കുന്നതാ നല്ലത്. ഡെലിവറിയോട് കൂടി ചിലരുടെ സ്വഭാവത്തിലും മാറ്റം വരും. ആതിരയ്ക്ക് മുൻദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ.
അതൊക്കെ പോകെ പോകെ മാറും. ഞാനൊക്കെ ഇത് എത്രയോ തവണ എത്രയോ ആൾക്കാരിൽ കണ്ടിരിക്കുന്നു. പിന്നെ കുഞ്ഞിനോടുള്ള അകൽച്ച അർച്ചനയ്ക്ക് വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതൊക്കെ സാവധാനം മാറിക്കോളും. ഞാനും സച്ചേട്ടനും അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു ഡോക്ടറിനെ. ഒരു ദിവസം വരികയും ചെയ്തു. അന്നാ നന്ദേണ്ണുമായിട്ട് ഡോക്ടർ അഡ്വക്കേറ്റിനെ കാണാൻ പോയി എന്നറിഞ്ഞത്. ബാക്കി ട്രീറ്റ്മെന്റ് ഉടനെ നടത്താം ഡോക്ടർ. എന്താ പറ്റില്ലേ? പിന്നെ പറ്റാതെ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആതിരയുടെ കുഞ്ഞിനെ ആതിരയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്വന്തം കുഞ്ഞിനെ ലാളിക്കാലോ. അപ്പോ അതിനെ നോക്കരുതെന്നും തുടരുതെന്നും തന്നെ ആരും വിലക്കില്ലല്ലോ. എനിക്ക് സച്ചേട്ടനും ഇനി ഒരു കുഞ്ഞ് വന്നാലും ഞങ്ങളുടെ ആദ്യത്തെ മോള് ഇത് തന്നെയല്ലേ ഡോക്ടർ? അവൾ കഴിഞ്ഞിട്ടേ ഇനി ആരും ഉള്ളൂ. ആ മനോഭാവം നല്ലതാ. പക്ഷേ അതിൽ നിയന്ത്രണം വേണമെന്നേ ഞാൻ പറയും. അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകുന്നതുകൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കൂടുതൽ സ്നേഹവും അവരെ അടുത്ത് ലാളിക്കാനും ഒക്കെ ആഗ്രഹം തോന്നും. അത് സ്വാഭാവികമാണ്. ഇതൊക്കെ അർച്ചന അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതങ്ങനെ തോന്നണമെന്നില്ല. ആതിരയുടെ കുഞ്ഞിനെ അടുത്ത് കിട്ടുമ്പോഴൊക്കെ അർച്ചന ഒരു അമ്മയായിട്ട് മാറാറുണ്ട് പലപ്പോഴും. കുഞ്ഞിനും ഒരമ്മയുടെ സ്നേഹവും പരിചരണവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായും അർച്ചനയിൽ നിന്നാവും. അത് പിന്നീട് ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ബാധിച്ചെന്ന് വരും. അങ്ങനെ വരാതിരിക്കാൻ ഇപ്പൊ തന്നെ ഒരു അകലം പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ. അത് അർച്ചനയ്ക്ക് നല്ലതേ പിന്നീട് വരുത്തൂ. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാനും മോളും വല്ലാത്ത അടുപ്പത്തിലാവുമെന്നും ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നല്ലേ ഡോക്ടർ ഉദ്ദേശിച്ച്? അത് തന്നെ. അങ്ങനെ ആതിരയ്ക്ക് സ്വയം തോന്നിയാലും സാരമില്ല ഡോക്ടർ. ഇത് ഓരോന്നും പറഞ്ഞു കൊടുത്ത് പിരികേറ്റി എനിക്കെതിരെ സംസാരിപ്പിക്കുക അവന്റെ അടുത്ത്. അനഘ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് പകരമായി ആതിരെ എനിക്കെതിരെ നിർത്തുമെന്നൊക്കെയാ അവര് പറയുന്നത്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. അവരോരോന്നും പറയുമ്പോൾ അതുപോലെ തന്നെ വിശ്വസിക്കുകയും അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ എന്നോട് പറയുകയും ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുന്ന കൂടപ്പിറപ്പിനെ പറയുന്നതിന് പകരം അവന്റെ അടുത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോ സമയത്തും ഇങ്ങനെ ഓരോ ആളുകൾ എനിക്കെതിരാവുമല്ലോ. അതെന്റെ തലയിലെടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ അർച്ചന. അർച്ചനയ്ക്ക് ഈ പ്രശ്നമാണെങ്കിൽ നമുക്കൊക്കെ മറ്റു ചില പ്രശ്നങ്ങൾ. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. അത് മാത്രമേ ഉള്ളൂ പോം വഴി. അന്ന് ശരിക്കും നന്ദേട്ടനുമായിട്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയത് നന്ദേട്ടൻ വിളിച്ചിട്ട് തന്നെയാണോ ഡോക്ടർ? അതോ അതിന് പിന്നിൽ എന്നോട് പോലും പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അന്ന് ജയിലിൽ വെച്ച് ഡോക്ടർ ഖാദറിനെ അപകടപ്പെടുത്തിയത് അവനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും സംശയിച്ചു പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനും ഞാൻ ഡോക്ടറിന്റെ കൂടെ തന്നെ നിൽക്കും. അത് ഞാൻ ഡോക്ടർക്ക് മുന്നേ തന്ന വാക്കാ. അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള മനസ്സൊന്നും എനിക്കിപ്പോ ഇല്ല അർച്ചന. അന്നായിരുന്നേ ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും മനസ്സിലേ ഇല്ല. അവനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അവൻ തന്നെ ആവണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവനും ഇക്കയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. അങ്ങനെ ചെയ്യിച്ചതാണെങ്കിൽ അതാരാണെന്ന് ഞാൻ അർച്ചനയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവന്റെ കൂടെ അതിന് കൂട്ടായി നിന്ന ആളുടെ പേര് അവന്റെ നാവ് കൊണ്ടെന്നെ പറയിക്കണോ എനിക്ക്? അതിന് ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളാം. അന്ന് ഞാൻ ശരിക്കും പോയത് നന്ദൻ വിളിച്ചിട്ട് തന്നെയാ. അതിലർച്ചനയ്ക്ക് മറ്റ് സംശയങ്ങളൊന്നും വേണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ സമയം പോലെ ഹോസ്പിറ്റലിലേക്ക് വാ. നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റിനെ പറ്റി സംസാരിക്കാം. എന്നാ ശരി, ഞാൻ അർച്ചനെ വിളിക്കാം. ശരി ഡോക്ടർ.